മറ്റൊരു വാർത്തയിലേക്ക് കൂടി. കോഴിക്കോട് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ചികിത്സാ രേഖകൾ ആവശ്യപ്പെട്ട പോലീസ് ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടൻ ചോദ്യം ചെയ്യും. ഇതിൻ്റെയും വിവരങ്ങൾ റിയാസ് തന്നെയാണ് നൽകുന്നത്. റിയാസ്, ഈ വിഷയത്തിൽ പോലീസിൻ്റെ നീക്കം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അജിംഷാദ്, എന്തായാലും ഡോക്ടർ ബിജോൺ ജോൺസനെ അടുത്ത ദിവസമായിരിക്കും പോലീസ് ചോദ്യം ചെയ്യുക. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP കെ പ്രേമചന്ദ്രൻ ഇന്ന് അവധിയിലാണ്. അദ്ദേഹം അവധി കഴിഞ്ഞ് നാളെ തിരികെ എത്തും. അതിനുശേഷമായിരിക്കും ഈ ബിജോൺ ജോൺസനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും അന്വേഷണ സംഘം ഈ കുട്ടിയുടെ 4 വയസ്സുകാരിയുടെ ചെറുണ്ണൂർ മധുര ബസാറിലെ 4 വയസ്സുകാരിയുടെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിലുള്ള ചികിത്സാ രേഖകൾ മെഡിക്കൽ കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ അത് മെഡിക്കൽ കോളേജ് അധികൃതർ ഹാജരാക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും നിലവിൽ പോലീസ് ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ഈ ഡോക്ടറുടെ മൊഴിയെടുക്കുക. ഡോക്ടർക്കെതിരെ തുടർ നടപടി എടുക്കണമെങ്കിൽ മെഡിക്കൽ ബോർഡ് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ട് കൂടി പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസാണ്, അതായത് ചികിത്സാ പിഴവ് സംബന്ധിച്ച കേസാണ്. പുതിയ നിയമപ്രകാരം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഡോക്ടറെ മറ്റ് നടപടികൾ, ഈ വിഷയത്തിൽ ഡോക്ടറുടെ ഭാഗത്ത് പിഴവ് പറ്റിയതിൽ എന്തെങ്കിലും തുടർ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് തീരുമാനിക്കാനാവൂ. എന്തായാലും പോലീസിന് നിയമപ്രകാരം ഇപ്പോൾ ചെയ്യാനാകുക ഡോക്ടറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങൾ വ്യക്തത വരുത്തുക എന്നുള്ളത് മാത്രമാണ്. ആ നടപടിക്രമങ്ങൾ അടുത്ത ദിവസം ഉണ്ടാകും. ഡോക്ടർ ബിജോൺ ജോൺസനെ ബിജോൺ ജോൺസനെ ഇനി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നതിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഇതാണ് റിയാസ് ഏറ്റവും പുതിയ വിവരങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത്.